ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 80,000 അയ്യപ്പ ഭക്തരാണ് ഇന്ന് വൈകിട്ട് 5 മണി വരെ ദർശനം നടത്തിയത്. മരക്കൂട്ടം മുതൽ ഘട്ടങ്ങളായാണ് ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. നിലയ്ക്കൽ മുതൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. വീണ്ടും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് സന്നിധാനത്ത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഈ മണിക്കൂറുകളിലും അനുഭവപ്പെടുന്നു. ഇന്ന് വൈകിട്ട് 5 മണി വരെ 80,000-ഓളം ഭക്തജനങ്ങളാണ് ദർശനം നടത്തിയത്. ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ഇനി അവധി ദിവസങ്ങളാണ്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒക്കെ ധാരാളമായി എത്താനുള്ള സാധ്യതയുള്ള ദിവസങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്നും ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്, കുഞ്ഞു അയ്യപ്പന്മാർ ധാരാളമായി എത്തുന്നുണ്ട്, കുഞ്ഞു മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കാരണം നേരത്തെ ഉണ്ടായതുപോലെ നട തുറന്നപ്പോൾ അനുഭവപ്പെട്ട ആ തിരക്ക് നിയന്ത്രണ വിധേയമാകാൻ സാധിക്കാതെ പോയ സാഹചര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകരുത് എന്നുള്ള ആ കർശനമായ ശ്രമത്തിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നത്. പ്രധാനമായും നിലയ്ക്കൽ ഭക്തജനങ്ങളെ കൂടുതൽ സമയം കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കി അവിടെ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. മാത്രമല്ല കേന്ദ്ര സേന, NDRF-ഉം RAF സംഘവും വിവിധ ഇടങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഈ തിരക്ക് നിയന്ത്രണത്തിന്റെ ഘട്ടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ തിരക്ക് ഈ മണിക്കൂറുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ക്യാമറമാൻ സന്തോഷിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.